ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബസ് ഒരു സ്റ്റാർട്ടഡ് അറൗണ്ട് 7:15. ടുമോറോ വിൽ റീച്ച് ബൈ 8:30. വി ആർ ഗോയിങ് ഫസ്റ്റ് ടു സൗത്ത് ഗോവ. ആദ്യം സൗത്ത് ഗോവയിൽ പോയിട്ട് പാലോലം ബീച്ചിലാണ്. അപ്പോൾ ദിസ് ടൈം ഞങ്ങൾ ബസ്സിന് ട്രൈ ചെയ്യാണ്, അതായത് സ്ലീപ്പർ ബസ്സിൽ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഗോവ ഓൾമോസ്റ്റ് 10 hours എടുക്കും. അപ്പോൾ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് നാളെ രാവിലെ 8:30 ഓൺ ദ വേയിൽ പോകുമ്പോൾ ഫസ്റ്റ് സൗത്ത് ഗോവ വരും. നമ്മൾ ഫസ്റ്റ് സൗത്ത് ഗോവയിൽ ഇറങ്ങി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ കഴിഞ്ഞിട്ട് നോർത്ത് ഗോവയിലേക്ക് പോകാനാണ് പ്ലാൻ. ഈ ട്രിപ്പ് നമ്മൾ ഒരു ഷോർട്ട് ടൈമിൽ പ്ലാൻ ചെയ്തതാണ്. എന്തായാലും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. സ്ലീപ്പർ ബസ്, ടൂറിസ്റ്റ് ബസ് നല്ല ബസ്സാണ്. അപ്പം ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ബസ് 8:30 എക്സാക്ട് 8:30 ഇവിടെ വന്ന് ഇറങ്ങി. ബസ്സിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 kilometer ഉണ്ട് ഈ ബീച്ചിലേക്ക്. അങ്ങനെ ഞങ്ങൾ ടാക്സി എടുത്തു. ഇപ്പോൾ സായി വാലന്റൈൻസ് റിസോർട്ടിൽ. അങ്ങനെ ഇന്നത്തെ ഡേ സ്റ്റാർട്ടായി. We reached Palolem beach. This is the first day breakfast. Room check-in ചെയ്തിട്ടില്ല. We have to wait till 11. What do you want? We are early today. You want to have bread? Bread with a... Look, my sandwich. So this is my sandwich. And... Brown potato tikki. Okay, അങ്ങനെ പാലോലം ബീച്ചിലെ റൂം, we just checked into the room and this is our room. View from the room. This thing is so squishy on the camera. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. നമ്മുടെ ഇതിൻ്റെ വ്യൂ ഇതാണ് പാലോലം ബീച്ച്, ഗോവ. പാലോലം ബീച്ച് പണ്ട് ഭയങ്കര ക്ലീനായിരുന്നു. Now I think it's not that clean and it's overcrowded. ഇപ്പോൾ you can see the water, അതായത് ലെവൽ ഇറങ്ങിപ്പോയി. Drop. When we came in the morning it was still here. You can see the mark. The kayaking ഉണ്ട്, boating ഉണ്ട്. Huh? Little bit, not okay. അങ്ങനെ പാലോലം ബീച്ച് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ നോട്ട് ടു സണ്ണി. ആകെ എം ടി ആണ്, ബീച്ച് ഈസ് എം ടി. ഓക്കെ, ഇപ്പോൾ പാലോലം ബീച്ചിൻ്റെ ഒരു സൈഡാണ്. രാവിലെ വന്നപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളമായിരുന്നു. ഇപ്പം വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ഇങ്ങനെയായി സ്ഥിതി.
So we can walk. If I is enjoying here. Why did you fall, Mama? Leave it, no? कितना बड़ा है? ഇത് രാവിലത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് രാവിലെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി വാട്ടർ സീ. ഓ ഇതാണ് ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു ഫോറസ്റ്റ് തന്നെ ആയിരിക്കും. പല റോക്സ്, പല ഷേപ്പിലും പല ഷേപ്പിലുള്ള റോക്സ് ഉണ്ട് ഇവിടെ നിന്ന്. Now let's swim. Yeah, Eddie, let's swim now. Very hot. Here it's very hot. Yeah. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. It's like See, what I found? Did you find what is that? അങ്ങനെ ഇതിൻ്റെ ഒരു വൺ സൈഡ് ഓഫ് ദിസ് പാലോലം ബീച്ച് ഇസ് ലൈക്ക് ദിസ്. This wants to go in that water. You left your Crocs. Hey, bring the Crocs. बाद में देखिए वर्कआउट कर रहे हैं. അപ്പോൾ ഇതാണ് പാലോലം ബീച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ. ഇപ്പം ബോത്ത് എൻഡ്സിലും റിസോർട്ട്സ് ഉണ്ട്, ബീച്ച് ഫ്രണ്ട് വ്യൂ. അതിൻ്റെ വൺ സൈഡിലാണ് ഈ റോക്സ് ഉള്ള സ്ഥലം. I know he's swimming in the water and drinking the water. രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ മുഴുവൻ വെള്ളമായിരിക്കും. വെള്ളം ഇവിടെ നിന്ന് മുഴുവൻ കയറി വരും. ഏതാണ്ട് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സായി വാലന്റൈൻ റിസോർട്ട് അവിടെയാണ്. ക്യാൻ സി ക്രൗഡില്ല, ശരിക്കും ഭയങ്കര കുറവാണ് ക്രൗഡ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് സായി വാലന്റൈൻ റിസോർട്ട്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. ഒരുപാട് വെയിലില്ല, അധികം തിരക്കില്ല. ഓക്കെ, ഇന്നത്തെ രാത്രി അങ്ങനെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഭയങ്കര മഴയായിരുന്നു, ഈവനിങ്ങിൽ ഭയങ്കര മഴ. ജസ്റ്റ് രാത്രി വ്യൂ കാണാം. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ദിവാലി സെലിബ്രേഷൻ്റെ ചെറിയ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നുണ്ട്. പക്ഷേ രാത്രിയുള്ള വ്യൂ ഇതാണ്. ഓൾമോസ്റ്റ് വെള്ളം കയറി, വാട്ടർ ലെവൽ ഇൻക്രീസ്ഡ്. യു ക്യാൻ സീ ഇൻ ദ ആഫ്റ്റർനൂൺ ആ കാണുന്ന സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ടച്ച്ഡ് the hotel.